AI വീഡിയോകൾ വെച്ചിട്ട് അധിക കാലമൊന്നും ആർക്കും ഒരാളെ ജീവിച്ചിരിക്കുന്നു എന്നൊന്നും തെളിയിക്കാൻ പറ്റില്ല. ഒരാൾ മരിച്ചു എങ്കിൽ മരിച്ചു തന്നെ. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് മൊജിത്തബ കൊമേനി കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ കോമയിൽ ലൈവ് വരുന്നില്ല, വീഡിയോകളിൽ വരുന്നില്ല, വാർത്താ സമ്മേളനം നടത്തുന്നില്ല, യുദ്ധത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തും തുർക്കിയും പാകിസ്ഥാനും ഒക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ചർച്ചയ്ക്ക് വരാൻ IRGCയുടെ ഒരു നേതാവില്ല. അപ്പോൾ മൊജിത്തബ കൊമേനിക്ക് എന്ത് സംഭവിച്ചു? സ്വാഭാവികമാണ്. എന്നാൽ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതിനകത്തൊരു ആത്മനിർവൃതി അടയുകയും ചെയ്യുന്നതല്ലാതെ ഒരിക്കലും നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്ന് തെളിയിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. കാരണം എന്താ? അദ്ദേഹം പച്ചയായിട്ട് വന്നിരിക്കുന്നു, വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു, പ്രസ് മീറ്റുകൾക്കുപരിയായിട്ട് IDFന് നിർദ്ദേശങ്ങൾ നൽകുന്നു, മൊസാദിന് നിർദ്ദേശങ്ങൾ നൽകുന്നു, അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നെതന്യാഹു കൊല്ലപ്പെട്ട ഇസ്രായേലിൽ എന്തോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോകൾ ചെയ്യുന്ന ആളുകളുടെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന രൂപത്തിൽ ദാ വരുന്നു ഇടിവെട്ടു മറുപടിയുമായിട്ട് നമ്മുടെ മലയാള പുത്രിയായിട്ടുള്ള റീന ഫ്രാൻസിസ്. പിന്നെ റീനയ്ക്ക് നിങ്ങൾ കാണുന്ന പ്രശ്നം എന്താണ്? അവർ ഇങ്ങോട്ട് തെറി പറയുമ്പോൾ അങ്ങോട്ട് തെറി പറയുന്നത്. നമ്മളെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ പിന്നെ ഇവൻ്റെയൊക്കെ തന്തയ്ക്ക് വിളി കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെ കേൾക്കേണ്ടവർ കേട്ടാൽ മതിയെന്നേ. തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് തന്തയ്ക്ക് വിളിക്കുക. അതല്ലാതെ ഇവന്മാരുടെയൊക്കെ തന്തയ്ക്ക് വിളിയും കേട്ടുകൊണ്ട് നമുക്ക് മിണ്ടാതെ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒരു കാര്യവും ഇല്ലാതെ ആരെങ്കിലും തെറി പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പറയില്ലേ? നിങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിലിരിക്കുന്നവർക്കും പറഞ്ഞാൽ നിങ്ങൾ പറയില്ലേ? നിങ്ങളെ അനാവശ്യം പറഞ്ഞാൽ നിങ്ങൾ അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറയില്ലേ? നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് രേഖപ്പെടുത്താം. വേണ്ടവർ കാണുക, അല്ലാത്തവർ ചെലക്കാതെ പോകുക. എല്ലാവരോടും കാണണമെന്നോ എല്ലാവരും ലൈക്കണമെന്നോ അഭിപ്രായം പറയണമെന്നോ കമന്റ് ഇട്ട് പോയാൽ മതിയെന്നോ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സൗകര്യമുള്ളവർ കേട്ടാൽ മതി, സൗകര്യമുള്ളവർ അംഗീകരിച്ചാൽ മതി. നോക്കാം. ഷലോം, റീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. എന്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും ഷബാത്ത് ഷലോം. ഇന്ന് ഷബാത്താണ്. അപ്പോൾ ഷബാത്ത് എന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസം. അപ്പോൾ ശനിയാഴ്ച ദിവസം എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കണം എന്നുള്ളത് ദൈവവചനത്തിന്റെ കൽപ്പനയാണ്. പക്ഷേ അതനുസരിക്കുന്ന യഹൂദന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അത് യഹൂദന്മാർ മാത്രമല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും അതനുസരിക്കുന്ന ഒരുപാട് നമ്മുടെ കൂട്ടു സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇന്നലെ ലൈവ് വരാൻ പറ്റിയവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസവും ഒരു പ്രത്യേകത നിറഞ്ഞ ദിവസമാണ്. ഞാൻ സത്യത്തിൽ ദൈവവചനവുമായിട്ടൊക്കെ സംസാരിക്കണമെന്നൊക്കെ വലിയ താല്പര്യത്തോടു കൂടി ലൈവ് വന്നാൽ പോലും എന്ത് ചെയ്യത്തില്ല, നമ്മളെ ആ സമയത്ത് ഇത് യുദ്ധമുഖമൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നെയും ഈ ലൈവിനകത്ത് യുദ്ധം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുക. ആക്ച്വലി അത് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുകയും ചെയ്യും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഇങ്ങോട്ട് വരുന്ന ആയുധത്തെ ഞാൻ എന്തായാലും എതിർത്ത് നിൽക്കുക തന്നെ ചെയ്യും, അത് ഏത് തരത്തിലാണെങ്കിൽ പോലും. പക്ഷെ അതുകൊണ്ട് ഒരുപാട് പേർക്ക് വചനം കൂടുതലായിട്ട് കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങൾ യുദ്ധമുഖത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിലായിരിക്കുന്നു അപ്പോൾ നിങ്ങളും യുദ്ധത്തിലാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഒരുവൻ മനസ്സുകൊണ്ടും തന്റെ ഹൃദയത്തിലും എന്ത് ചെയ്യണം, താൻ ഒരു യുദ്ധമുഖത്തിലാണ് എന്നുള്ളത് തിരിച്ചറിയണം. ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ തക്കവണ്ണം അവൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയാൽ മാത്രമേ അവന് പിൽക്കാലത്ത്, കാരണം അവസാന കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് ഈ തലാഹുവിന്റെ ജനത്തോടുകൂടെ, ഈ തലാഹുവിന്റെ ആൾക്കാരെന്ന് പറയുന്ന സുന്നികളും ഷിയാകളും ഒന്നിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുന്ന യുദ്ധമാണ് അവസാന യുദ്ധം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ യുദ്ധത്തില് ക്രിസ്ത്യാനി എന്ന് പറയുന്ന വലിയൊരു സമൂഹം ഇവരോടൊപ്പം ചേർന്ന് നിന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും. ആ സമയത്ത് ഇപ്പോൾ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നവർക്ക് മാത്രമേ അന്നും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് ആർക്കും തന്നെ ഇപ്പോൾ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനോ ഇപ്പോൾ മനസ്സുകൊണ്ട് ഒരുങ്ങാനോ ഇപ്പോൾ മനസ്സുകൊണ്ട് എതിർത്ത് നിൽക്കാനോ കഴിവില്ലാത്തവർ, ഇപ്പോൾ വല്ലവരുടെയും യുദ്ധമില്ല, അവര് ഇത് നടക്കുമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ച് നിൽക്കുന്നവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനോടൊപ്പം മഷിഹയോടൊപ്പം ചേർന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യുദ്ധത്തിൽ വരാൻ പറ്റത്തില്ല. ഉണ്ണികൃഷ്ണൻ, നെതന്യാഹു എവിടെയെന്നാണ് സുഡാപ്പികൾ ചോദിക്കുന്നത്. നെതന്യാഹു ഇസ്രായേലിലുണ്ട്. എടാ, ഇത് എന്തൊരു കഷ്ടമാണ്. നെതന്യാഹുവിന് എല്ലാ ദിവസവും സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് വന്ന് നിന്നിട്ട് പ്രസംഗിക്കാൻ പറ്റുമോ?
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു, നെതന്യാഹുവിനെ കാണാനില്ല, നെതന്യാഹു മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാനിലെ വാർത്താ ചാനലുകളെല്ലാം തന്നെ പ്രസിദ്ധീകരിക്കുക. ഇവന്മാരുടെ ഒരു കരച്ചിലിന്റെ ഒരു സുഖവേ, അത് എന്ത് കരച്ചിലിന്റെ സുഖം. നിങ്ങൾക്ക് വേറൊരു കരച്ചിൽ ഞാൻ കാണിച്ചു തരണോ? അതാ പിടിച്ചോ, ദേ ഇവരെ കണ്ടവരുണ്ടോന്ന്, എന്നെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കാണാതെ കൊതിച്ചിരിക്കുന്ന, ഞങ്ങളെ കാണാൻ പറ്റാതെ മാനസിക വ്യത അനുഭവിക്കുന്ന ബഷീർ KMM പരവൂർ, ബഷീർ KMM പരവൂർ എന്തുവാ എഴുതിയിരിക്കുക, ഇവരെ കണ്ടവരുണ്ടോ, ഈ രണ്ടെണ്ണത്തിനെയും കുറിച്ച് ദിവസമായി കാണുന്നില്ല എന്ന്. മൊസാദിന്റെ തലവെത്തിയെയും ഇസ്രായേലിന്റെ തലവനെയും കാണുന്നില്ല എന്നുള്ള ഒരു എന്താ പറയുന്ന അറിയിപ്പുമായിട്ട് നമ്മുടെ ബഷീർ KMM പരവൂറിന്റെ പോസ്റ്റാ. ഒന്ന് ആലോചിച്ച് നോക്കണേ നിങ്ങള്. മൊസാദിന്റെ തലവെത്തിയും പിന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി, ഇവർ രണ്ടുപേരെയും കാണുന്നില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് യുദ്ധം വിജയിച്ചതായി ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ യുദ്ധം വിജയിച്ചിരിക്കുന്നു പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ടോ? മൊസാദിന്റെ തലവത്തിയെയും കാണുന്നില്ല, പിന്നെ ബെഞ്ചമിൻ ഇസ്രായേലിന്റെ തലവനെയും കാണുന്നില്ല. ഈ രണ്ടുപേരെയും കാണാത്ത പക്ഷം ഈ രണ്ടുപേരെയും കുറച്ച് ദിവസം കൊണ്ട് കാണുന്നില്ല സുഡാപ്പികള്. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ യുദ്ധം ജയിച്ചിരിക്കുന്നു എന്നാണ് സുഡാപ്പികളുടെ കരച്ചിലും നെല്ലുവിളിയൊക്കെ. അപ്പൊ എന്തായാലും ഇവർക്ക് ഇങ്ങനെയൊക്കെ ആശ്വസിക്കാനും കരയാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ അവന്റെ ബഷീർ KMM പരവൂർ, ഞാൻ അവന്റെ പ്രൊഫൈൽ ഒന്ന് കയറി നോക്കിയിട്ട് വരട്ടെ, ഒരു മിനിറ്റ്. നമുക്ക് എന്റെ ദൈവമേ, ഇവറ്റുകളുടെ കരച്ചിൽ കാണാൻ ദാസ എന്താ ഒരു സുഖം അല്ലേ. വിറ്റുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ എന്നാ ഒരു സുഖം. ബഷീർ എന്താ നിന്റെ പേര്? ബഷീർ KMM പരവൂർ. ഓക്കെ, KMM പരവൂർ. ബഷീർ KMMന്റെ പരവൂറിന്റെ പോസ്റ്റ്. എനിക്ക് വയ്യ.
പേടിയാ. ഞാൻ അറിയാണ്ട് ചോദിക്കുക, നിങ്ങൾ എത്ര മാന്യതയോടുകൂടിയാ കമന്റ് ഒക്കെ ഇടുന്നത്. ഞാൻ വായിച്ചിട്ട് ഞാൻ അത്രയ്ക്കും മാന്യതയായിട്ടേ മറുപടി തരത്തുള്ളൂ നിസാറേ. പക്ഷെ ഫേസ് കാണിക്കണം. ഞാൻ തന്റെ അടുത്തോടെ വന്നിട്ട് സംസാരിക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ മുമ്പില്. എത്ര തന്റെ അടുത്തോടു കൂടി ആഹാ ഈ പ്രസന്നവതിയായ ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന റീനയെ കാണുമ്പം രണ്ട് പറയാൻ തോന്നുമ്പം സ്വന്തം ഫേസ് ഒക്കെ ഇട്ട് പറയണ്ടേ നിങ്ങള്? അപ്പോഴല്ലേ നമുക്കൊരു യുദ്ധം ചെയ്യാൻ. മോന്തയില്ലാത്തവനൊക്കെ യുദ്ധം ചെയ്യാൻ പോയാൽ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പൊക്കി അങ്ങ് തോട്ടിലെറിയും. മനസ്സിലായോ? അപ്പം സ്വന്തം ഫേസ് ഒക്കെ ഇട്ട് വളരെ എന്താ പറയുന്ന ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് വന്ന് വാ, ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാൻ പോകത്തൊന്നുമില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ എല്ലാത്തിൻ്റെയും ചോദ്യങ്ങൾക്ക് കൃത്യ മറുപടികളൊക്കെ ഞാൻ തന്നോളാം. ഉമ്മയെ പരിചയപ്പെടുത്തണോ? പരിചയപ്പെടുത്തിക്കോളാം. ബാപ്പയെ പരിചയപ്പെടുത്തണോ? പരിചയപ്പെടുത്തിക്കോളാം. പിന്നെ മകളെ പരിചയപ്പെടുത്തണോ? ഭാര്യയെ പരിചയപ്പെടുത്തണോ? നിങ്ങൾ എന്ത് പേരിട്ട് നിങ്ങളുടെ അമ്മയും ഉമ്മയും ബാപ്പയും മക്കളെയൊക്കെ വിളിക്കുന്നോ അതെല്ലാം ഞാൻ എല്ലാവരുടെ മുമ്പിലും പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതിനകത്ത് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് എൻ്റെ ലൈവ് നിങ്ങളുടെ കുടുംബവും കൂട്ടക്കാരെയൊക്കെ വളരെ വ്യക്തതയോടുകൂടി പരിചയപ്പെടുത്തി തരാനുള്ള ലൈവാണ്. അങ്ങനെ വല്ലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ ലൈവിലേക്ക് വരിക. നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം പറഞ്ഞോളൂ. ഡോണ്ട് വറി. നിങ്ങൾക്ക് ലൈവ് ആയതുകൊണ്ടും കമന്റ് ഇടാനുള്ള അവസരങ്ങൾക്ക് ധാരാളം ഉണ്ട്. മനസ്സിലായോ? സൂക്ഷിച്ചും കണ്ടുമൊക്കെ കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. എല്ലാ കൂട്ടക്കാരെയും കുടുംബക്കാരെയൊക്കെ കൂട്ടത്തിൽ കൊതമതിനെയും തള്ളാഹൂനെയും ഒക്കെ ഞങ്ങളൊന്ന് ഏറി കയറ്റി വെടിവഴിപാട് നടത്തിയിട്ടേ പോകത്തുള്ളെന്നെങ്കിൽ ഡോണ്ട് വറി, ഞാനിവിടെ ഉണ്ട്. പൊട്ടിക്കാം നമുക്ക്. ഇറാന്റെ ഓന മിസൈൽ ഇട്ടാൽ ഇസ്രായേൽ ഇട്ട് പൊട്ടിച്ച് പടമാക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെയും ഓന മിസൈലുകൾ വന്നാൽ അതും പൊട്ടിക്കാനുള്ള ഇത് എനിക്കുണ്ട്. എന്റെ പുണ്യ സഹോദരങ്ങൾ, ഇവന്മാര് എന്തിട്ടാ ഒന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊന്നു കിട്ടണം. നേരിട്ട് കൊല്ലാൻ പറ്റിയില്ലെങ്കിലും, ബോംബിട്ട് കൊല്ലാൻ പറ്റിയില്ലെങ്കിലും, വെടിവെച്ച് കൊല്ലാൻ പറ്റിയില്ലെങ്കിലും അവന്മാരുടെ കമന്റിലാത്ത കൂടിയെങ്കിലും കൊന്നു നിർത്തിയാൽ സമാധാനമായി. ബെഞ്ചമിൻ നെതന്യാഹു മാത്രമല്ല, എന്നെയും കൂടി ചേർത്തിട്ടാ, എന്നെയും കൂടി ചേർത്ത് കൊല്ലാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ഞാനും ഇപ്പൊ ഇവന്മാരുടെ സംബന്ധിച്ചിടത്തോളം എന്തായി മാറിയിട്ടുണ്ട്? പടമായി തീർന്നിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഇതാണ്ടോ, ഞാനും കണ്ടോ പടമായി തീർന്നിട്ടുണ്ട്. മൊസാദിന്റെ തലവത്തിയെയും ഇസ്രായേലിന്റെ തലവനെയും കാണാനില്ല. കണ്ടവരുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല പാരിതോഷികം കൊടുക്കുമെന്നാണ് ബഷീർ KM പരവൂർ പറയുന്നത്. ഇവർ രണ്ടുപേരെയും ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കുകയാണെങ്കിൽ, ഞാനൊരു ക്ലോണാണ്, എന്നെ പിടിച്ചൊന്നും കൊടുത്തേക്കല്ലേ. എന്നെ പിടിച്ചു കൊടുത്താൽ പാരിതോഷികമൊന്നും കിട്ടത്തൊന്നുമില്ല. ക്ലോൺ. അതുകൊണ്ട് ഒറിജിനൽ ഒരു റീനയുണ്ട്, ബംഗറിനകത്ത് ബോംബ് വീണ് ചത്തു മലന്ന് കിടക്കുന്ന ഒരു റീനയുണ്ട്. ആ റീനയുടെ ഡെഡ് ബോഡിയെങ്കിലും ഈ KM ബഷീറിന് നിങ്ങളുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തികഞ്ഞ പാരിതോഷ്യം തരുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇസ്രായേലുള്ള മലയാളികൾ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ആ ബംഗറിനകത്ത് ചത്തുമലത്ത് കിടക്കുന്ന ആ റീനയെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയി കൊടുത്ത് കാശ് മേടിക്കാൻ ഞാൻ ഇതാൽ ഓർപ്പിക്കുന്നു. പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഡെഡ് ബോഡി എവിടെയെങ്കിലും നിങ്ങൾ വഴി വെച്ചെല്ലാം കാണുകയാണെങ്കിൽ പ്ലീസ് സഹോദരങ്ങൾ എടുത്തുകൊണ്ട് പോയി ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവ നല്ല പാരിതോഷികം നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിനിടയിൽ വേറൊരു സൈക്കയും കൂടി അതാ ഇല്ലായിരുന്നെങ്കിൽ ഈ കാട്ടറവികളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുമായിരുന്നു ഞാന്. ഈ വെച്ചിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? വെച്ചിട്ട് ഇസ്രായേലില് പിന്നെ എയർപോർട്ട് തകർന്നു, ഇസ്രായേലിലെ ടെലവിയിലെ ബിൽഡിങ്ങുകളെല്ലാം തകർന്ന് തരിപ്പിണമായി കിടക്കുന്നു. പിന്നെ പോരാത്തതിന് ഇസ്രായേലിലെ IDF എല്ലാം ചത്തുമലന്ന് കിടക്കുന്നു. അങ്ങനെ എന്തൊക്കെ വീഡിയോകൾ ഉണ്ടാക്കി ആശ്വാസം കണ്ടെത്തുന്നു ഇവന്മാര്. പിള്ളേർ ഈ കാർട്ടൂൺ വരച്ച് ആശ്വാസം കണ്ടെത്തുന്നത് പോലെയാ ഇവന്മാര് യുദ്ധം എന്ന് പറയുന്നതിനെ കാർട്ടൂൺ വരച്ച് കളിച്ച് ആശ്വസിക്കുക. എന്ത് വട്ട് കേസുകളുടെ ഇവന്മാരൊക്കെ. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു അത്യാവശ്യ കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കാണുന്ന ഒരുത്തനെ കണ്ടില്ലേ നിങ്ങള്? ഇവന്റെ പേര് ഏബൽ ഐസക് എന്നാണ്. അനേബിൾ എന്ന് പറയത്തില്ലേ നമ്മള്? ഈ അനേബിളിന്റെ അകത്തുള്ള ഒരു ഏബിൾ ഉണ്ടല്ലോ, ABLE എന്ന് പറയുന്ന ഒരു ABLE എന്ന് പറയുന്ന ആ അനേബിളിനകത്തുള്ള എബിൾ എന്ന് പറയുന്നൊരു നായിന്റെ മോനാണ്, കഴിവേറി മോനാണ് ഈ കാണുന്നവൻ. വയനാട്ടിലുള്ളവനാണ്. ഇവന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ്
ഈവിൾ ഐസക് എന്ന് പറയുന്ന ഒരു സൈക്കോ. ഇവൻ സാക്ഷാൽ സൈക്കോയാണ്. വയനാട്ടിലുള്ളവർക്ക് പ്രത്യേകാൽ ഞാൻ അറിയിക്കുന്നു, വയനാട്ടിലെ പെമ്പിള്ളാരൊക്കെ ഉള്ളവരെല്ലാം ഇവനെ ഒന്ന് സൂക്ഷിച്ചാൽ വളരെ നല്ലതാണ്. ഇവന് പെണ്ണ് കൊടുക്കുന്നവരൊക്കെ നോക്കിയും കണ്ടുമൊക്കെ മനസ്സിലായോ? ഇവനെ ഒന്ന് സൂക്ഷിച്ചാല് വളരെ നല്ലതായിരുന്നു. ഇവന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കാം. എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ കണ്ടല്ലോ, നൗഷാദ് AP. നീ ചത്തില്ലേ? അയ്യോ ചത്തു, കണ്ടില്ലേ, അറിഞ്ഞില്ലേ? അയ്യോ ഞാൻ ചത്തായിരുന്നു. ഇപ്പോ സംസാരിക്കുന്നത് ദേ 6 വിരലുകളുള്ള ക്ലോണ് നൗഷാദ് AP. കണ്ടില്ലേ? ഇത് ക്ലോണാണ്, ക്ലോണ് ലൈവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും വിശ്വസിക്കല്ലേ, ആരും വിശ്വസിക്കല്ലേ. ഞാൻ ചത്തു കേട്ടാ, ചത്തോന്ന്. ഞാൻ ചത്തു. ബംഗറിൽ എപ്പോഴേ എന്റെ ഡെഡ് ബോഡി എടുത്തോണ്ട് അടക്കുകയും ചെയ്തു എന്നറിയാമോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ ഓർത്ത് എനിക്ക് തന്നെ കരച്ചിൽ വരുക. ഒരു ക്ലോണായിരുന്നു കൊണ്ട് എനിക്ക് സംസാരിക്കേണ്ട ഗതികേട്. റീന, നീ എവിടെ പോയി? റീന നീ ആയിരുന്നു സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇവർക്ക് അടി കൊടുക്കായിരുന്നു. എനിക്ക് ക്ലോൺ ആയിരുന്നിട്ട് ഒരു പരിധിയൊക്കെ ഉണ്ട് റീന. ആ ഒരു എക്സ്പ്രഷൻ വരുന്നില്ല റീന. എനിക്ക് നിന്നെ പോലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എക്സ്പ്രഷനൊക്കെ ഇടാൻ. ഞാൻ ക്ലോൺ ആയതുകൊണ്ട് ഞാൻ ക്ലോൺ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എക്സ്പ്രഷൻ ഇടാൻ. അഡ്ജസ്റ്റ് ചെയ്യണേ എന്റെ പ്രിയ സഹോദരങ്ങളെ. റീനയ്ക്ക് കുറച്ചുകൂടി ആ മാറ്റം കണ്ടില്ലേ നിങ്ങൾക്ക്? റീനയും ഞാനുള്ള. റീന എന്ന് പറഞ്ഞ പുലിയാ. ഞാൻ ചത്തു മലന്നു പിന്നെ ബംഗറിലുമാണ്. റീന ഞാനെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ക്ലോണല്ലേ. അപ്പൊ റീന ചത്തു മലത്തു ബംഗറിലാണ് പ്രിയ സഹോദരങ്ങളെ. ആ ഡെഡ് ബോഡി തപ്പിക്കൊണ്ടിരിക്കുക. ഉടനെ അടക്കം ചെയ്യാനായിട്ട് കേരളത്തിൽ നമ്മുടെ കാക്കമാരുടെ കടയിൽ കൊടുക്കുന്നതായിരിക്കും. കേരളത്തിൽ ഉറപ്പായും കാക്കമാരുടെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് പ്രത്യേകാൽ നിങ്ങൾ പിന്നെ വീഡിയോ ഇട്ട് എല്ലാവരോടും പ്രചരിപ്പിക്കുമ്പം മറക്കരുത്, റീനയാണ് കണ്ടോ 6 പേരിലുള്ള ക്ലോണ്. റീന കണ്ടില്ലേ? പറ്റ റീനയ്ക്ക് 5 പേരിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്ന് തന്നെ ഒരു തെളിവാണ്. റീന ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റീന ഒറിജിനൽ അല്ല. ആ റീനയ്ക്ക് 6 വിരലുകളുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പിന്നെ എക്സ്പ്രഷൻ
തരാന്ന് പറഞ്ഞല്ലോ, മറന്നുപോയി ഞാൻ പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞത്. ഇത് ഇവനെ ഈ വയനാട്ടിലുള്ള ഏബിൾ ഐസക് എന്ന് പറഞ്ഞ ഈ കഴിവറട മോനെ നിങ്ങളൊന്ന് കണ്ടുവച്ചിരിക്കണം. ഇവൻ വയനാട്ടിലുള്ളവനാണ്. ഇവൻ ഒരു പ്രത്യേകതരം സൈക്കോയാണ്. സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്താ പറയുന്നത്, നമ്മുടെ എന്തുവാ ഈ പെൺപിള്ളാരെ എല്ലാം ബലാത്സംഗം എന്തുവാ ഭോഗിക്കുന്ന, മനസ്സിലാകുന്നുണ്ടോ? അതായത് പെണ്ണുങ്ങളുടെ ഷഡ്ഡി വരെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവൻ അതെടുത്ത് വെച്ച് ആസ്വദിച്ച് ഭോഗിക്കുന്ന ഒരു കഴിവേറി മോനായി ഇവൻ. അതായത് ഹോസ്റ്റലുകളിലും അവിടെ ഇവിടെ എല്ലാം കയറി ഇറങ്ങി പെൺപിള്ളേരുടെ ഷഡ്ഡി വരെ എടുത്തുകൊണ്ട് പോകും. ഷഡ്ഡിയും പ്രായും വരെ കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, തന്റെ ബലാത്സംഗ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന, കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടുന്നത്. ഒരു നായിന്റെ മോനെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് വയനാട്ടിലുള്ളവർ പ്രത്യേകാൽ സൂക്ഷിക്കുക. ഇവന്റെ ഫോൺ നമ്പർ 7902607415. ഓക്കെ, അതുകൊണ്ട് വീട്ടിലുള്ളവരെല്ലാം സൂക്ഷിക്കുക. ഇവന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് രാത്രികാലങ്ങളിലെല്ലാം തന്നെ വീടുകളിൽ ചുറ്റി നടന്ന് പറമ്പിലൊക്കെ കഴുകിയിട്ടിരിക്കുന്ന ഷഡ്ഡിയും പ്രായും പെമ്പിള്ളാരുടെ, അത് ഉമ്മമാരുടെ ആണെങ്കിലും മക്കളുടെ ആണെങ്കിലും, ഏബിൾ ഐസക് എന്നാണ് ഇവന്റെ പേര്. ഇവന്റെ പ്രൊഫൈൽ ഐഡി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഇവന്റെ ഒരു നിത്യവൃത്തി എന്ന് പറയുന്നത് തന്നെ ദിവസവും ഇവൻ എന്ത് ചെയ്യും, പെണ്ണുങ്ങളുടെ ഷഡ്ഡിയും പ്രായും ഒക്കെ അടിച്ചുകൊണ്ട് പോകും, പെൺപിള്ളാരുടെ. ഈ സൈക്കോയെ നിങ്ങൾ ആരെങ്കിലും പരിസരത്ത് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇവനെ കൊണ്ട് കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇവന്റെ പടം കണ്ടാലേ അറിയാം ഇവൻ പക്ക ഒരു ഫ്രോഡാണ്. ഈ നായിന്റെ മോൻ സമൂഹത്തിൽ വളർന്നു വരുന്നത് സമൂഹത്തിൽ ഉള്ള കൊച്ചു പെൺപിള്ളാരുടെ ഷഡ്ഡിയോടാണ് ഇവന് താല്പര്യം. കൊച്ചു പെൺപിള്ളാരുടെ ഷഡ്ഡിയും കൊച്ചു പെൺപിള്ളാരുടെ ബ്രായുമാണ് ഇവൻ അടിച്ചുകൊണ്ട്, കൊച്ചു പിള്ളേർക്ക് പിന്നെ ബ്രാ കാണത്തില്ലല്ലോ. അതുകൊണ്ട് വയനാട്ടിലുള്ളവനാണ്. ഇവനെ പ്രത്യേകാൽ സൂക്ഷിക്കുക പ്രിയ സഹോദരങ്ങളെ. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളോട് വയനാട്ടിലുള്ള കോയമാര് ശരിക്കും ഉള്ളതാ. കോയമാരുടെ വീട്ടിൽ കയറി ഈ നായിന്റെ മോൻ കൊച്ചു പിള്ളേരുടെ ഷഡ്ഡിയാണ് അടിച്ചുകൊണ്ട് പോകുന്നത്. ഇവന് കൊച്ചു പിള്ളേരുടെ ഷഡ്ഡി അടിച്ചുകൊണ്ട് പോയി ആ ഷഡ്ഡി വെച്ചിട്ട് അവനൊരു സൈക്കോ പ്രവൃത്തി കാണിക്കും. ആ പിള്ളേരുമായി ഭോഗിക്കുന്നത് പോലെയുള്ള ഒരു കുൽസിത പ്രവൃത്തികളിൽ ഇവൻ ഏർപ്പെടും. അത് കഴിഞ്ഞിട്ട് ആ പെൺപിള്ളാരെ കിട്ടിയാൽ ബലാത്സംഗം ചെയ്യാനും ഇവൻ തക്കം പാർത്ത് നടക്കുന്നവനാണ് ഇവന്റെ പേര്. അവന്റെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കോയമാർക്ക് പ്രത്യേകം ഞാൻ പറയുകയാണ്, ഇവനെ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുക. അത് ഇവന്റെ പേര് ക്രിസ്ത്യാനിയൊക്കെയാ, ഏബിൾ ഐസക് എന്നാണ് ഇവന്റെ പേര്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളുടെ നന്ദിന് വേണ്ടിയിട്ട് ഞാൻ പറയുക. ദേഷ്യമൊക്കെ ഉണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ, അത് വേറെ കാര്യം. അത് നിങ്ങൾ എൻ്റെ കൂടെ ഗുസ്തിക്ക് വന്നു കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം കൂടി ചെയ്യാം. വയനാട്ടിൽ ഉള്ള ഈ നായിന്റെ മോനെ നോട്ടമിട്ട് വെച്ചാൽ നിങ്ങൾക്ക് നല്ലതിനാണ് എന്നുള്ളത് പറയാം. കാരണം വെച്ചാൽ ഇവൻ വല്ലാത്തൊരു സൈക്കോയാ, സാധാ സൈക്കോ ഒന്നുമല്ല. ഇവന്റെ സൈക്കോ വൃത്തികളെല്ലാം കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ ഞെട്ടിപ്പോകും. ഈ എന്താ പറയുന്ന ഈ സിനിമകളിലെ, ഏത് സിനിമകൾ, സ്വന്തം അമ്മയുടെ മൂത്രം എടുത്ത് കുടിക്കുന്നവനാ ഇവൻ. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? സ്വന്തം അമ്മയുടെ മൂത്രം ഒഴിച്ചു വയ്ക്കാൻ, അമ്മ മൂത്രം ഒഴിക്കാൻ കയറി ആ ബാത്റൂമിനകത്ത് തുളയിട്ട് നോക്കി അമ്മയുടെ ഇത് തപ്പും, കൊതം നോക്കിക്കൊണ്ടിരിക്കും. അമ്മയുടെ സാമാനം നോക്കിക്കൊണ്ടിരുന്നിട്ട് അമ്മ മൂത്രം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലഷ് ചെയ്യാൻ പോകുന്ന ആ മൂത്രം കോരി അങ്ങ് കുടിക്കും. അങ്ങനത്തെ ഒരു സൈക്കോയാണ്. പെമ്പിള്ളാരുടെ മൂത്രം കുടിക്കുന്നത് ഒരു സൈക്കോ. അതുപോലെ അവന് പെമ്പിള്ളാരുടെ മലം ആസ്വദിക്കുന്ന ഒരു സൈക്കോ. അത്രയ്ക്കും വൃത്തിയുടെ സൈക്കോ. നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല ഇവൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തുവാ പ്രത്യേകാൽ ഇവനെ ഞാൻ എന്തുകൊണ്ടാണ് ഇവനെ ഈ ഒരു എന്താ പറയുന്ന ഈ ലൈവിൽ ഇങ്ങനെ പരിചയപ്പെടുത്തി തന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാട്ടിലുള്ളവനാണ്. ഇവനെ കുറിച്ച് വ്യക്തമായ അറിവ് കിട്ടിയത് കൊണ്ടാണ്. ഇസ്മായിൽ KDL, നീ തെറികൾ വിട്ടുകളയുക. ഇസ്രാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ കൂടുതൽ എത്തിച്ചു തരുമോ? എന്തിന്, നിനക്കിരുന്ന് കരയാനോ? ഇസ്രായേലിന്റെ അവസ്ഥകൾ ഇപ്പൊ പറഞ്ഞിട്ട്. അല്ല, ഞാൻ തെറികൾ വിട്ടുകളയെന്ന് വെച്ചാൽ അടി വാങ്ങിക്കാൻ നിങ്ങൾ കൊണ്ട് തരുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്. തെറികൾ വിട്ടുകളയെന്ന് പറഞ്ഞാൽ നിന്റെ കൂട്ടക്കുടുംബത്തോട് പറ പോയി. കമന്റ് ബോക്സിൽ കൂട്ടക്കുടുംബമേ നിങ്ങൾ ആരും തെറി ഇടല്ലേ റീനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പറ. മനസ്സിലായോ? എന്നിട്ട് വേണം ഞാൻ
എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇപ്പം കാണിച്ച ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അറിവും സൂചനകളും കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കണ്ടാൽ ഇവനെ കൈയോടെ കിട്ടിയവർ പിടിച്ചു കൊടുക്കുക. ഇവൻ അത്രയ്ക്കൊരു സമൂഹത്തിനൊരു ഒരു പക്ക ഫ്രോഡാണ് ഇവൻ മനസ്സിലായോ? ഇവൻ വയനാട്ടിൽ എവിടെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം. ഇവന്റെ വയനാട്ടിലാണെന്ന് ഇവന്റെ സ്ഥലം കാണിക്കുന്നുണ്ട്. ഇവൻ എവിടെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇവൻ അത്രയ്ക്കും പക്ക ഫ്രോഡ് ആയതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഇത്രയ്ക്കും കാരണം ഇത് ഞാൻ ചുമ്മാതെ വന്ന് പറയുന്നതല്ല. ഇവന്റെ സൈക്കോ പ്രവൃത്തികളിൽ മനം നൊന്ത് വിഷമിച്ച് ഇവനോട് പ്രതികരിക്കാൻ കഴിവില്ലാത്തവര് എനിക്ക് തന്ന ഇൻഫർമേഷൻ ആണ്. ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമോ? ഈ നായിന്റെ മോനെ കാരണം ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങക്ക്. രാത്രികളിലെല്ലാം കറങ്ങി നടന്ന് എന്ത് ചെയ്യുക, എന്നെ പെമ്പിള്ളാരുടെ കൊച്ചു പെമ്പിള്ളാരുടെ ഷഡ്ഡി അടിച്ചുകൊണ്ട് പോകുന്നു. പോരാത്തതിന് അവരുടെ മൂത്രവും മലവും ഒക്കെ എന്തുവാ ബാത്റൂം ഇത് കെട്ടിയിരിക്കുന്നതിനകത്തൊക്കെ കയറി അവൻ അതെടുത്തുകൊണ്ട് പോയി തൂറിയിട്ട അപ്പി എടുത്തു വെച്ച് സൈക്കോത്തരം കാണിക്കുന്ന മാസ്റ്റുബേഷൻ നടത്തുന്നവൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയ സഹോദരങ്ങൾ, ഇവനൊക്കെ സമൂഹത്തിന് എങ്ങനെ ചേരും പ്രിയ സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇവനൊക്കെ സമൂഹത്തിന് എങ്ങനെയായിരിക്കുമെന്ന്. ഇവന്റെ ഫുൾ പ്രൊഫൈൽ ഞാൻ തരാം, പിടിച്ചോ. ഇവനാണ് ആ പട്ടി കഴിവേറടാ മോന്. വയനാട് കൊല്ലോടിയോ, HSS കൊല്ലോടി, സെൽഫ് എംപ്ലോയിഡ്, മാനന്തവാടി ഇന്ത്യ. വയനാട്ടിൽ എവിടെയാന്ന് കണ്ടല്ലോ, മാനന്തവാടിയിലാണ് ഇവനുള്ളത്. അവന്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇവനൊരു സൈക്കോയാണെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ പരിസരത്ത് നിങ്ങൾക്ക് അറിവുള്ളവര് ഇവനെ പിടിച്ച് അവന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇവനെ കൊണ്ട് എത്തിക്കുക. ഇവനൊരു പക്കാ സൈക്കോയാണ്. പക്കാ സൈക്കോ എന്ന് വെച്ചാൽ പക്കാ സൈക്കോയാണ്. സ്ത്രീകളുടെ മലം ആസ്വദിക്കുന്ന ക്യാരക്ടർ, സ്ത്രീകളുടെ മൂത്രം കുടിക്കുന്ന ഒരു ക്യാരക്ടർ. ഇങ്ങനെയുള്ളൊരു സൈക്കോ നമ്മുടെ സമൂഹത്തിൽ എഴുന്നേറ്റ് വന്നാൽ കൊച്ചു പെമ്പിള്ളാരോട് പ്രത്യേക വികാരം. കൊച്ചു പെമ്പിള്ളാരെ കണ്ടു കഴിഞ്ഞാൽ ഇവന് മാസ്റ്റർബേഷൻ ചെയ്യാൻ തോന്നും. പെമ്പിള്ളാരെ കണ്ടാൽ മതി, അവരുടെ ഷഡ്ഡി കണ്ടാൽ മതി ഇവൻ അങ്ങനത്തെ ഒരു സൈക്കോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൈക്കോകൾ സമൂഹത്തിന് ഒട്ടും നല്ലതല്ല, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് വയനാട്ടുകാരോട് ഞാൻ പറയുകയാണ്, ഈ നായിന്റെ
പ്രചരണം അത് തന്നെയാ പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടില്ലേ? അതാ ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നേ. കണ്ടോ? ഞാനും ബെഞ്ചമിൻ നെതന്യാഹുവും റീനയും ബെഞ്ചമിൻ നെതന്യാഹുവും മരിച്ചു. അവരുടെ ബോഡി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ബഷീർ KMM പരവൂറിന്റെ പോസ്റ്റാണ് ഈ പോസ്റ്റ്. ഇങ്ങനെ റീനയെ ബംഗറിൽ ഡെഡ് ബോഡിക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സുഡാക്കളുടെ ആ ഒരു സന്തോഷമേ, ഒരു രോദനമേ, ഇവറ്റകളുടെ കരച്ചിൽ കാണാൻ എന്തൊരു സുഖമാ കാണാനായിട്ട്. പീറ്റർ ജാക്കിനെ സിൽവറിന്റെ മോതിരം മേടിച്ചു. വാ കൊലക്ക സിൽവറിന്റെ മോതിരം മേടിച്ചു. എന്റെ കയ്യിൽ ഇത് സ്വർണം, പിന്നെ ഇതിനകത്തൊരു സ്വർണവും ഒരു വെള്ളിയുമുണ്ട്. പിന്നെ ഇത് തനി ഡയമണ്ട്, വില പിടിപ്പുള്ള ഡയമണ്ട്, സാധാരണ ഡയമണ്ട് ഒന്നുമല്ല. ഇതിന്റെ ഈ ഒരു മോതിരം തന്നെ 4 ലക്ഷം വില വരുന്ന. എന്നെ അടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഒരു 4 ലക്ഷം രൂപ, 4 ലക്ഷം എല്ലാം കുറഞ്ഞ് ഏകദേശം ഒരു 5 ലക്ഷം അടുപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും. 5 ലക്ഷം അല്ലല്ലോ, അയ്യോ അതിൽ കൂടുതൽ 6 ലക്ഷം കൊടുക്കാം. കാരണം ഇതെല്ലാം മോതിരം സ്വർണ്ണമാണല്ലോ. അപ്പൊ എല്ലാത്തിന്റെയും കണക്ക് വെച്ചിട്ടാകുമ്പോൾ ഒരു 6 ലക്ഷം രൂപ എന്നെ കടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ഈ വകയ്ക്ക് കിട്ടും. പിന്നെ ഇത് ഒരു ഡയമണ്ട് ആണ്. അപ്പൊ ഈ വകയ്ക്ക് എല്ലാം കൂടി ഓവറോൾ നമുക്ക് എന്നെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 20 ലക്ഷത്തോളം രൂപ, 25 ലക്ഷം നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തുലുക്കന്മാർക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിലും കടത്തിക്കൊണ്ട് പോയെങ്കിലും അങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്, നന്നാക്. ഈ ക്ലോൺ രക്തം മാത്രമല്ല ഭൂമിശാസ്ത്രം വരെ ശാപ്പിടും. നവാസെ, എന്താ നവാസെ ഒരു കരച്ചിൽ കരഞ്ഞത്? ക്ലോൺ വന്നതിനുണ്ടാണോ? എനിക്ക് വയ്യ, ഇവരുടെ കാര്യം കൊണ്ട് മനുഷ്യൻ തോറ്റ്. മെയ്ബിൾ ഡാനിയൽ, ഹൗ ഈസ് നെതന്യാ സാർ? നെതന്യാ സാർ മരിച്ചു പ്രിയ സഹോദരങ്ങളെ. അദ്ദേഹത്തിന്റെ ഒരു ക്ലോണാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ്ബിൾ ഡാനിയൽ അറിഞ്ഞില്ലേ? തുലുക്കന്മാര് എല്ലാ സുഡാപ്പികളുടെയും ഇതിനകത്ത് ബോസ്റ്റിനകത്ത് മുഴുവനും ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ തലവൻ ബെഞ്ചമിൻ നെതന്യാഹുവും മരിച്ചു. മൊസാദിന്റെ തലവത്തി റീന ഫ്രാൻസിസ് എറുഷലേമും തട്ടിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും പോയി. രണ്ടുപേരുടെയും ക്ലോണുകളാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഇരിക്കുന്നതെന്നാണ് അറിവ്. അതുകൊണ്ട് ആ നെതന്യാ സാറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ക്ലോൺ വരുമ്പോൾ ഞങ്ങൾ 2 ക്ലോണുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ലൈവ് ചെയ്യാൻ ശ്രമിക്കാം. അദ്ദേഹത്തിന്റെ ക്ലോൺ ഇപ്പൊ ബിസിയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ക്ലോൺ ഇല്ലേ, അദ്ദേഹത്തിന്റെ ക്ലോൺ ബിസിയാണ്. അദ്ദേഹം ഇറാന്റെ യുദ്ധം എങ്ങനെ നടത്തണം, ഇറാനെ എങ്ങനെ അടി കൊടുക്കണം, ഇറാനെ എങ്ങനെ ചവിട്ടിക്കൂട്ടണം. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ഇനി ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ഈ വാണം വിട്ടവന്മാര് മുഴുവനും മിസൈല് വിടുന്ന രീതി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. മുത്തു, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഇട്ട ആ ഒരു മിസൈലിന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടൊന്ന് സെൻഡ് ചെയ്താൽ ഇങ്ങോട്ട് തരാം. ആക്ച്വലി ഇറാൻ, നിങ്ങൾ വിചാരിക്കുന്നു അറബ് രാജ്യങ്ങളിലേക്കൊക്കെ ഇറാൻ മിസൈൽ അയച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഇത്രയും മിസൈലുകൾ അയച്ചു എന്നുള്ള നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. സത്യത്തിൽ അതെന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ മുന്നോട്ടായി ഈ മിസൈൽ മുഴുവൻ ഇവന്മാർ അയച്ചത്. പക്ഷെ ദൈവം എന്ത് ചെയ്തു? പാളയത്തിൽ തമ്മിലടിപ്പിക്കുക എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, പാളയത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവ് എന്ത് ചെയ്യും? അടിപ്പിക്കും. ആ രീതിക്ക് ഇറാന്റെ മിസൈലിന് മുഴുവനും എന്ത് ചെയ്തു? ദൈവം ഇറാനിലോട്ട്, സൗദിയിലോട്ടും കുവൈറ്റിലോട്ടും ഒക്കെ ഇസ്രായേലിലേക്ക് അയച്ച മിസൈലുകളെ മുഴുവൻ തിരിച്ചു വിടുകയായിരുന്നു. ഇവന്മാരെങ്ങനെയാ മിസൈൽ അയക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇപ്പൊ കാണിച്ചു തരാം. ഓഫായിപ്പോയി, ഓണാക്കി ഞാൻ കാണിച്ചു തരാം. ഇവന്മാര് മിസൈൽ എങ്ങനെയാണ് വിടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് സുഡാപ്പികൾ ഇറാൻ വിടുന്ന മിസൈൽ മുഴുവനും ഇസ്രായേലിലോട്ടാണ് വിടുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ? പാതിയുടെ മുക്കാല് പോയും എന്ത് ചെയ്യുക? തുലുക്കന്മാരുടെ രാജ്യത്ത് പോയി വീഴുക. ബാക്കി വരുന്ന ഒരു 10, 50, 20 എണ്ണം ഒക്കെ ഇസ്രായേലിലോട്ട് മേളിലോട്ട് വരുമ്പോ അത് ഇസ്രായേൽ പൊട്ടിച്ച് കമ്പിത്തിരി, അത്തിരി പുത്തിരി കമ്പിത്തിരി മത്താപ്പൂ എന്ന് പറഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് കൊണ്ട് ഒരാശ്വാസം.
എന്തുവാ, ഇസ്രായേലിലെ ബിൽഡിങ്ങുകൾ തകർന്നേ, ഇസ്രായേലിലെ എയർപോർട്ടുകൾ നശിച്ചേ, പിന്നെ ഇസ്രായേലിന്റെ എന്തുവാ ബെഞ്ചമിൻ നെതന്യാഹു ചത്തേ, ഇസ്രായേലിന്റെ റീന എന്ന് പറയുന്നവൾ ബംഗറിൽ മണ്ണടിഞ്ഞ് പണ്ടാരമടങ്ങിപ്പോയേ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ ഒരു വീഡിയോ കണ്ട് 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 സ്വാഭാവികൾക്ക് എന്ത് ചെയ്യാം, ഇരുന്നങ്ങ് ആശ്വസിക്കാം. അതാണ് ഇപ്പോഴത്തെ നിലവാരം എന്ന് പറഞ്ഞ. പിന്നെ ഇറാനിന്റെ ഓന മിസൈൽ വരുമ്പോഴത്തേക്കും ഹിസ്ബുള്ളയുടെ കുറെ കൂതറകളുണ്ടല്ലോ, തുലിക്കം വർഗങ്ങള്, അവന്മാരും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരുടെയും മിസൈൽ ആക്രമണം ഉണ്ട്. അപ്പൊ ഈ രണ്ടു കൂട്ടർക്കും ഇട്ട് ഒരുമിച്ച് അടി കൊടുക്കാനാണ് പദ്ധതിയെങ്കിൽ ഇസ്രായേൽ ആ കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരുടെയും കുണ്ടിക്കടിച്ച് നടുവ് തകർക്കുന്നുണ്ട്. രണ്ടുപേർക്കും നന്നായിട്ട് കിട്ടും.
ഫേക്ക് ഐഡികളും കൊണ്ട് ഇറങ്ങിയിരിക്കുവോ എന്നെ തെറി വിളിക്കാനായിട്ട്? ലൈല യൂസഫിന് നാറുന്നെന്ന്. എന്നാ പോയി കുളിക്കടി നാറുന്നെങ്കി. ഇനി ആരെങ്കിലും ഉണ്ടോ കരയാൻ വേണ്ടിയിട്ട്? കോയന്മാരെ, ഇനി ആരെങ്കിലും ഫേക്ക് ഐഡികളോ ഏതെങ്കിലും ഐഡികളോ ഉണ്ട് കരയാനുണ്ടോ? അതുകൊണ്ട് മുത്തു, അത് ഞാൻ അവനെ അവനെ എടുത്ത് എറിഞ്ഞതാ. അവന് ഗാർബേജ് ബോക്സിൽ എടുത്ത് ഞാൻ എറിഞ്ഞതാ. കാരണം എന്ന് വെച്ചാൽ പ്രയോജനമില്ല മുത്തു, അവനൊരു ഫേക്ക് ഐഡിയാണ്. തുലുക്കന്മാർക്ക് വേണ്ടി കരയാൻ വേണ്ടി വന്ന തുലുക്കന്മാരുണ്ടാക്കിയ ഒരു ഫേക്ക് ഐഡി. റീന എന്ന് പറയുന്ന ക്ലോൺ ഇരുന്ന് ഇപ്പൊ സംസാരിക്കുന്നില്ലേ നിങ്ങളുടെ മുമ്പില്, അതുപോലെ. അതുകൊണ്ട് എല്ലാ കോയമാരുമേ, നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കിന്ന് ആനന്ദിക്കാം. ഇന്നേ ദിനം നിങ്ങൾക്ക് ആനന്ദിക്കാം. ബംഗറിൽ പോയി മിസൈൽ വീണു, റീന ചത്തുപോയി. ഇപ്പോൾ സംസാരിക്കുന്ന റീനയുടെ ക്ലോണാണ്. ബെഞ്ചമിൻ നെതന്യാഹുവും ചത്തുപോയി. ബെഞ്ചമിൻ നെതന്യാഹുവും റീനായും രണ്ടുപേരും ചത്തുപോയി. ഇപ്പോഴുള്ളത് റീനായുടെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ക്ലോണാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ സമാധാനവും സന്തോഷവും പ്രാർത്ഥനയും ഒക്കെ അതുപോലെ തന്നെ നടന്നു. എന്ത് ചെയ്യാനാ? റീനയ്ക്ക് ഇതില്ല, ഭാഗ്യമില്ലാണ്ട് പോയി. ക്ലോണായ ഞാനെങ്കിലും ജീവനോട് ഇരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നോട് കരുണ കാണിക്കുക, ക്ലോണിനോടെങ്കിലും കരുണ കാണിക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് ഈ ക്ലോൺ ചത്തുപോണേന്ന് ഇനി പ്രാർത്ഥിക്കല്ലേ. ഇനി എന്റെ തലയിലോട്ട് മിസൈൽ വീണ്, ക്ലോണിന്റെ തലയിലോട്ടൊക്കെ മിസൈൽ വീണിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എന്നെ ഓർക്കണേ. എന്റെ തലയിലോട്ട് മിസൈൽ വീഴാൻ പ്രാർത്ഥിക്കല്ലേ ദയവ് ചെയ്ത്. ഒരു അപേക്ഷയാണ്. നിങ്ങൾ എന്തായാലും അവളെ കൊന്നു. ആ പാവം കൊച്ച്, അത് അഹങ്കാരി, ഭയങ്കര അഹങ്കാരി. അതിനാണെങ്കിൽ ഒരു ബോധവും ഇല്ല. തലകാല സ്ഥിരബോധമില്ലാതെ ഇങ്ങനെ ലൈവും എടുത്തിട്ട് വാനത്തിലൂടി പറക്കുന്ന ഇറാന്റെ മിസൈലിന്റെ മേളിലൂടെ ഭയങ്കര അഹങ്കാരി. അപ്പൊ ലൈവ് എടുത്ത് വെച്ച് കാണിക്കുന്ന അഹങ്കാരം ഉണ്ടല്ലോ, എന്റെ കൈ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ അതിനെ ഞാൻ ക്ലോണായിപ്പോയി, ക്ഷമിച്ചിരിക്കുന്നു. അവളെ എന്റെ കൈ കിട്ടിയെന്നുണ്ടല്ലോ ഞാൻ ചെവിക്ക് പിടിച്ച് ഞാൻ ചോദിച്ചേനെ, എടി അല്പം വിവരം വേണ്ടടി. ഇറാന്റെ മിസൈൽ അല്ലേ വരുന്നേ? ഒന്നുമില്ലെങ്കിലും നടന്നു പോകുമ്പോഴത്തേക്കും ആ ഇറാന്റെ ആണെന്നെങ്കിലും കണ്ടിട്ട് നീ ഒന്ന് ഒതുങ്ങി കൂടിയിരുന്നെങ്കിൽ ഇന്ന് നിന്റെ തലയിലോട്ട് ആ മിസൈൽ വീണ് നീ ഇന്ന് ചത്ത് മല്ലടിക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചെവിക്ക് പിടിച്ചെങ്കിലും ചോദിച്ചേനെ. പക്ഷെ എന്ത് ചെയ്യാനാ? ഡെഡ് ബോഡി ആയി കിടക്കുക. അതിനിപ്പം ഇസ്രായേൽ ഗവൺമെന്റ് എവിടെ കിടക്കുന്നു തപ്പിക്കൊണ്ടിരിക്കുക. ഇനി പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു ആശ്വാസത്തിന്, നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്ലോണനെ സൃഷ്ടിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വന്ന് സംസാരിക്കാം ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഇസ്രായേൽ ഗവൺമെന്റ് ഒരു കരുണ എന്നോട് കാണിച്ചു കേട്ടോ. എനിക്ക് എന്റെ കഴുത്തിലും കാതിലും ഒക്കെ കടന്ന, ആ റീനയുടെ കയ്യിലും കാതിലും ഒക്കെ കഴുത്തിലും ഒക്കെ കടന്ന സാധനം അതുപോലെ എനിക്ക് തന്നിട്ടുണ്ട് കണ്ടോ. അതേപോലെ ഇട്ട് തന്നിട്ടുണ്ട് ക്ലോണായ എനിക്ക്. ആ ഒരു ആശ്വാസം, ആ ഒരു ഇത് എന്റെ ഇസ്രായേൽ ഗവൺമെന്റ് എന്നോട് കരുണ കാണിച്ചു. ആ ഒരു കാരണം മനസ്സിലായോ? കണ്ടോ, ഫീച്ചേഴ്സ് ഒക്കെ നല്ല കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കാണാൻ ചുന്നരിയാക്കി ക്ലോണിനെ വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നു റീന, നീ ഒരു ക്ലോണായി ജനിച്ചിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേന്ന് അറിയാമോ? പക്ഷെ നീ റീനയായിപ്പോയി. റീന ശരിയല്ല, ക്ലോൺ ഇപ്പൊ ഓക്കെയാണ്. നിങ്ങളുടെ മുമ്പിൽ ഇനി തൊട്ട് ക്ലോൺ സംസാരിക്കും, റീനയുടെ ക്ലോൺ സംസാരിക്കും. പറഞ്ഞ മനസ്സിലായോ തിരുക്കന്മാരെ? അതുകൊണ്ട് അയ്യോ ഒരു മിനിറ്റ്, നമുക്ക് അലി പെരിങ്ങാട്ട് മുഹമ്മദിന്റെ ഒരു കമന്റ് വായിക്കാവേ. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ അടിമയാക്കിയവർ കൊള്ളക്കാർ. ജപ്പാനിൽ അണുബോംബ് ഇട്ടവരല്ലേ ഇറാഖ്, ഗാസ പോലെ എത്രയെത്ര രാജ്യങ്ങളെ തകർത്തെറിഞ്ഞവർ, കുട്ടിച്ചോറാക്കിയവരല്ലേ. എന്നിട്ട് ബാക്കി ദൈനംദിനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും മരുന്നായാലും എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന അദൃശ്യമായ ആ നിഗൂഢ കൊള്ളസംഘം, ആ ശക്തി തന്നെയാണ് ഏത് രാജ്യമായാലും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് ആരെക്കുറിച്ചാണ് കവി എഴുതിയതെന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഇന്ത്യയെ കുറിച്ചാണോ, അല്ല സോറി അമേരിക്കയെ കുറിച്ചാണോ ഈ കവിത മുഴുവനും? ആ കവിതയ്ക്ക് ഒരു ഇതില്ലാതെ പോയല്ലോ. അത് പാടാനുള്ള ട്യൂൺ ഞാൻ എങ്ങനെ തപ്പിയെടുക്കും? അലി പെരിങ്ങാട്ട് മുഹമ്മദേ,
ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ കവിതയുടെ ഒരു ഇതൊക്കെ വേണ്ടേ, ഒരു എഫക്റ്റ് ഒക്കെ വേണ്ടേ. നമ്മള് ഇപ്പൊ പാടിയില്ലേ നമ്മുടെ എന്തുവാ, വാട വാട കോയ ഒന്ന് അടിയും വാങ്ങിപ്പോടാ ടെൻ 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 ടെൻ. അറിയനെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പാട്ടുകൾ എഴുതുമായിരുന്നു. ഇപ്പൊ ക്ലോണായി ഞാൻ ഇനി ഒന്നേന്നെല്ലാം പഠിക്കണം, ഒന്നേന്നെല്ലാം പഠിച്ച് ഇനി ഒന്നേന്ന് കവിത എഴുതി. എനിക്ക് വയ്യ, ഇനി എല്ലാ പണികളും എനിക്ക് ഏൽപ്പിച്ച് തന്നിട്ട് ഭാരം മുഴുവൻ എന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് ചത്തൊടുങ്ങി അപ്പൻ കൊച്ച്. നടക്കത്തില്ല. ഈ കവിതയ്ക്ക് ഞാൻ എങ്ങനെ ഒന്നുകൂടി വായിച്ചു നോക്കട്ടെ, എന്നെ കവിതയാക്കാൻ പറ്റുമെന്ന്. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അടിമയാക്കിയവർ കൊള്ളക്കാർ ജപ്പാനിൽ. ഇതിപ്പോ തൂറാൻ വായിക്കുന്നത് പോലെ ഉണ്ടല്ലോ. ജപ്പാനിൽ അണിബോംബ് വിട്ടവരല്ലേ, ഇറാഖ് ഗാസ പോലെ എത്രയെത്ര രാജ്യങ്ങളെ തകർത്തെറിഞ്ഞവർ കുട്ടിച്ചോറാക്കിയവരല്ലേ. ദൈനംദിനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും മരുന്നായാലും എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന ദൃശ്യമായ നിഗൂഢ കൊള്ളസംഘമായ ശക്തി തന്നെയാണ് ഈ. എനിക്ക് വയ്യ. മുസ്താദ് മരണം കുറച്ചുകൂടി നീട്ടം കണ്ടേനെ, എനിക്ക് ആ ഒരു നീട്ടം കിട്ടുന്നില്ല. മനസ്സിലായോ? ഒരു മിനിറ്റ്.